പലപ്പോഴും ഓരോരുത്തരും ഷെയർ ചെയ്യുന്നതും സംസാരിക്കുന്ന ഇടവിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്കൊരു എന്താണ് കേൾക്കാൻ പറ്റാതെ മറ്റോ വന്നാൽ മോഡറേറ്റർ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യുക. വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ AA ട്രഡീഷൻ ഹൗ ഇറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്ന ബിൽ വിൽസൺ എഴുതിയ ലഘുലേഖ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം ഈ ഗ്രൂപ്പിലെ സേവകര് ഇതിനെ സംബന്ധിച്ച് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് വാസ്തവത്തിൽ ഞാൻ കയ്യിലെടുക്കുന്നതും വായിക്കുന്നതും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒരു സത്യം പറഞ്ഞാൽ ഈ ലഘുലേഖയിലൂടെ കടന്നുപോയപ്പോ ബിൽ വിൽസൺ 1940-കളിലൊക്കെ അദ്ദേഹം ഒരു സന്യാസിക്ക് നമ്മളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഋഷി തുല്യമായിട്ടുള്ള പഴമക്കാരന്റെ കാഴ്ചയും പ്രവചന സ്വഭാവവും പ്രായോഗികമായിട്ടുള്ള സമീപനങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് തെളിഞ്ഞു കാണുന്ന ഒരു ലഘുലേഖയായിട്ടാണ് എനിക്കിത് മനസ്സിലായത്. എന്തായാലും ഇത് ഇംഗ്ലീഷിലുള്ള ഒരു ലഘുലേഖയാണ്. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അത്ര മലയാളം പറയുന്നത് പോലെ മനസ്സിലാക്കുന്നത് പോലെ അല്ല. പക്ഷെ അത് എനിക്ക് തന്നെ ഗുണകരമായ രീതിയിൽ ഞാൻ അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും കുറിപ്പുകളൊക്കെ തയ്യാറാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഷെയറിങ്ങിലോട്ട് വരുന്നത്. എന്തായാലും ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ കുറച്ചു കാലത്തെ യാത്രയിൽ ഇതിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ചും അതില് എൻ്റെ അനുഭവങ്ങളും കൂടെ എല്ലാ വരികളുടെ ഇടയിലും എനിക്കും അത് അനുഭവിക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വക്താവല്ല. എൻ്റെ അനുഭവങ്ങളും ഞാൻ താമസിക്കുന്ന സ്ഥലവും ഒക്കെ എൻ്റെ വാക്കുകള് കാര്യം പ്രസന്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അതിൽ വരാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആർക്കെങ്കിലും അലോസരം ഉണ്ടാവുമെങ്കിൽ ദയവേത് ക്ഷമിക്കുക. കാരണം ഇതാണ് അതിന്റെ പ്രശ്നം. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം, ഞാൻ താമസിക്കുന്ന സ്ഥലം, ഞാൻ അപ്പോ ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. രണ്ടാമത് ഈ നമ്മുടെ മലയാളത്തില് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും വളരെ ലളിതമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ബിൽ വിൽസൺ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഒരു കളക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിനെ ക്രോഡീകരിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ വ്യക്തത. അത്തരത്തിലുള്ള വായനയെ കുറച്ചുകൂടെ ആ വായന നമുക്ക് സഹായിക്കും. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ലഘുലേഖകൾ, ട്രഡീഷൻ ഹൗ ഇറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്ന ലഘുലേഖ വാസ്തവത്തിൽ ഇത്തരം ഒരു കൂടുതൽ ആഴത്തിൽ ഈ പാരമ്പര്യങ്ങളെ പാരമ്പര്യങ്ങൾ എങ്ങനെ വികസിച്ചു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബിൽ വിൽസന്റെ ചില കുറിക്കുകൊള്ളുന്ന വളരെ ആഴത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ള ചില പ്രസ്താവനകൾ, അതുപോലെ നിരീക്ഷണങ്ങൾ ഒക്കെ ഈ ലഘു ആയിട്ടുള്ള ഈ ലഘുലേഖയിലുണ്ട്. അതിന് ബിൽ വിൽസൺ തന്നെ ഒരു ഫോർവേഡ് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതില് ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗം എന്നുള്ള ഒരു ലേഖനം, ആശുപത്രികളും AA എന്ന് പറയുന്ന ഒരു ലേഖനം, ക്ലബ്ബുകളെ കുറിച്ചുള്ള ഒരു ലേഖനം, അതോടൊപ്പം തന്നെ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിനെ മറ്റ് പ്രോജക്റ്റുകളുമായിട്ട്, മറ്റ് പുറമേയുള്ള സംരംഭങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടുന്നതിലെ അപകടങ്ങൾ, അതില് പാരമ്പര്യം 6ഉം 8ഉം തിരിച്ചറിയുന്ന അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ട് 47-കളിൽ ഗ്രേപ്പ് വൈൻ മാഗസിൻ എഴുതിയ ലേഖനം, പിന്നെ പണത്തെ സംബന്ധിക്കുന്ന പാരമ്പര്യം 7നെ സംബന്ധിക്കുന്ന 1946-ൽ AA ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചത്. മറ്റൊരു ലേഖനമുള്ളത് AAയും മദ്യാസക്തിയും എന്ന് പറയുന്ന ഒരു ലേഖനം. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഗവൺമെന്റ് എപ്പോഴെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ലേഖനം. ഞാൻ ഈ തുടർച്ചയായിട്ട് വന്നിട്ട് ഈ വിൽ AA എവർ ഹാവ് എ പേഴ്സണൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ആ എസ്സേ ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത് അനാമധേയത്വം എന്ന് പറയുന്ന
രണ്ട് പീസുകളാണ്. ഒന്ന്, ആദ്യത്തെ ലേഖനം അനോണിമിറ്റി, അനാമധേയത്വം, അതിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ പാരമ്പര്യം, വൺ ഓഫ് ദ ഫസ്റ്റ് ആർട്ടിക്കിൾസ് ഓൺ അവർ വൈറ്റൽ അനോണിമിറ്റി ട്രഡീഷൻ എന്നാണ് അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അനാമധേയത്വത്തെ കുറിച്ചുള്ള ഈ പാരമ്പര്യം വികസിച്ച് വന്നതിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആദ്യ പല ലേഖനങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ലേഖനം. ഇതും നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഖപത്രമായിട്ടുള്ള ദി എ ഗ്രേ പോയിന്റ് എന്ന് പറയുന്ന മാഗസിനിൽ തന്നെയാണ് അച്ചടിച്ച് വന്നത്. അപ്പോ അതും അതിന്റെ തൊട്ടടുത്തുള്ള വൈ ആൽക്കഹോളിക്സ് അനോണിമസ് ഈസ് അനോണിമസ് 1955 എഴുതിയ എന്തുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് അജ്ഞാതമായിട്ടിരിക്കുന്നു. അതില് ബിൽ വിൽസൺ ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങിയതിന് ശേഷം, ബിൽ വിൽസൺ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആരംഭത്തിന് ശേഷം, ഞാൻ ഉദ്ദേശിച്ച ബിൽ വിൽസൺ തുടങ്ങിയതല്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആരംഭത്തിന് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം ബിൽ വിൽസൺ എന്താണ് അനാമധേയത്വത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകളെന്ന് രേഖപ്പെടുത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ലേഖനം. ഈ രണ്ട് അനാമധേയത്തെ കുറിച്ചുള്ള ഈ രണ്ട് എഴുത്തുകളാണ് ഇന്ന് ഷെയറിങ്ങിന് സംബന്ധിച്ചെടുക്കുന്നത്. ഇതില് ആമുഖമായിട്ട് ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ തൊട്ടടുത്ത് ഈ പട്ടികൾ ഓരിയിടുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? പട്ടികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, സഹിക്കുകയല്ല. ഇതിന്റെ ആമുഖത്തില് ബിൽ വിൽസൺ ഒന്ന് രണ്ട് വളരെ കുറിക്കൊള്ളുന്ന ചില മറ്റൊരു പുസ്തകങ്ങളിൽ, ബിൽ വിൽസന്റെ നേരിട്ടുള്ള എഴുത്തായതുകൊണ്ട് മറ്റു പുസ്തകങ്ങളിൽ കാണാത്ത പലതും ഇതിനകത്തുണ്ട്. അതില് ഈ ലഘുലേഖയുടെ ഒരു പരിചയപ്പെടുത്തൽ, അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിനെ ആരും കണ്ടുപിടിച്ചതല്ല, അത് വളർന്നു വന്നതാണ്. തെറ്റിലൂടെയും ശരിയിലൂടെയും വളർന്ന് ശക്തമായ ഒരു അനുഭവ സമ്പത്തിലേക്ക് പതുക്കെ പതുക്കെ ഈ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു. ആദ്യം ഒരു നയമായും പിന്നീട് പാരമ്പര്യമായും. ആ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു. ഈ പ്രക്രിയ ഒരിക്കലും അവസാനിക്കുകയില്ലെന്ന് കരുതുന്നു. ഇത് വളരെ വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അനുഭവത്തിൽ, ഇപ്പൊ നമ്മുടെ പ്രിയാമ്പിള്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രിയാമ്പിള് മെൻ ആൻഡ് വുമൺ എന്നുള്ള പ്രയോഗം ഇപ്പൊ പീപ്പിൾ എന്നാക്കി. അപ്പോ ആളുകളെന്ന് മലയാളത്തില് പറയുന്നു. അപ്പോ ഇതുപോലെ ഉള്ള ഇപ്പോ ഈ 1940കളിൽ ബിൽ വിൽസൺ എഴുതിയത് ആ പ്രക്രിയ, അതായത് അനുഭവങ്ങളും നമ്മുടെ തെറ്റുകളും ശരികളും അതുപോലെ ഇതിനെ നവീകരിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന ആ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു. ആ പ്രക്രിയ ഒരിക്കലും അവസാനിക്കുന്നു എന്ന് കരുതുന്നില്ലെന്നാണ്. അപ്പോ അത് അന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പോലും വളരെ ശരിയായി വരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്ന് ഈ അനാമധേയത്വത്തെ കുറിച്ചുള്ള രണ്ട് ലേഖനങ്ങളിലേക്ക്, അതിൽ ആദ്യത്തെ ലേഖനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അനാമധേയത്വം 1946 നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ അനാമധേയത്വത്തെ കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 11-12 പാരമ്പര്യങ്ങൾ അനാമധേയത്വത്തെ സംബന്ധിക്കുന്ന, അജ്ഞാതരായിട്ടിരിക്കേണ്ടതിൻ്റെ പ്രസക്തി, പൊതുജന സമ്പർക്കത്തിലും മറ്റും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളും ഗ്രൂപ്പുകളും അനാമധേയത്വം എന്ന് പറയുന്ന ആ ഒരു നയം അല്ലെങ്കിൽ പാരമ്പര്യത്തിലേക്ക്, അതിലേക്ക് വെളിച്ചം വീശുന്ന, അതിൻ്റെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഇതിന്റെ സഹസ്ഥാപകന്റെ കുറിപ്പുകളാണ്. അപ്പോ ഈ ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള പല നമുക്ക് ഈ ആദ്യത്തെ ലേഖനത്തില് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത, നമ്മളതില് ആദ്യം മുതൽ കടന്നു വരും, അതിൽ സ്ട്രൈക്ക് ചെയ്തത് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ള നിലയിൽ ബിൽ വിൽസൺ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതില്. അതായത് ഈ പിന്നെ ഇതിന്റെ
ഒരു നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തുള്ള വ്യക്തിത്വങ്ങൾ എവിടെ വെച്ച് മങ്ങി തുടങ്ങണം, എന്നിട്ട് എവിടെ വെച്ചാണ് അനാമധേയത്വം തുടങ്ങേണ്ടത് എന്നൊരു ഒരു വൈറ്റൽ ക്വസ്റ്റ്യൻ ഈ അനാമധേയത്വത്തെ കുറിച്ചുള്ള ആദ്യ ലേഖനത്തില് ബിൽ വിൽസൺ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് വെയർ ഷാൾ വി ഫിക്സ് ദിസ് പോയിന്റ് വെയർ പേഴ്സണാലിറ്റീസ് ഫെയ്ഡ് ഔട്ട് ആൻഡ് അനോണിമിറ്റി ബിഗിൻസ് എന്നാണ്. വ്യക്തിത്വങ്ങൾ എവിടെ വെച്ചാണ് മങ്ങി തുടങ്ങേണ്ടത്? ഏകത്ത്. അതുപോലെ എവിടെ നിന്നാണ് അനാമധേയത്വം ആരംഭിക്കുന്നത്? എന്തായാലും അത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കാണണമെങ്കിൽ ഈ പാരമ്പര്യത്തിനെ കുറിച്ചുള്ള ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തെന്നും ഈ പാരമ്പര്യത്തെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. എന്തായാലും ആൽക്കഹോളിക്സ് അനോണിമസിനെ ഈ ഇന്ന് നിലനിൽക്കുന്ന ലോകത്ത് നിലനിൽക്കുന്ന ഏത് സംഘടനകളെക്കാളും സൊസൈറ്റികളെക്കാളും മൂവ്മെന്റ്സിനെക്കാളും ഒക്കെ വ്യത്യസ്തമാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ പാരമ്പര്യങ്ങളിലെ അനാമധേയത്വം എന്ന് പറയുന്ന പാരമ്പര്യം. മറ്റ് പാരമ്പര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള പാരമ്പര്യങ്ങളുണ്ട്. പക്ഷേ അനാമധേയത്വം എന്തുകൊണ്ട് 12 പാരമ്പര്യങ്ങളുടെയും ആധ്യാത്മിക അസ്ഥിവാരമായി എന്നുള്ളതിൻ്റെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ, കണ്ണാടി പോലെ തെളിഞ്ഞ എന്തുകൊണ്ട് അനാമധേയത്വം 12 പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനമായി എന്നുള്ളത് ബിൽ വിൽസൺ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ, ലളിതമായ ഭാഷയിൽ ഇതില് വരച്ചിടുകയാണ് ഈ 2 ലേഖനത്തിലും കൂടെ. എന്തായാലും അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് അതിലൂടെ ഒന്ന് കടന്നു പോകാം. എന്തായാലും നമ്മുടെ പ്രധാന പാരമ്പര്യങ്ങളിലൊന്നായി ഇനി വരാനിരിക്കുന്ന കാലത്തൊക്കെ അനാമധേയത്വം എന്ന തത്വം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുമെന്നാണ് ബിൽ വിൽസനെ കാണുന്നത്. ഈ കാലത്ത് തന്നെ ഇതിന്റെ പ്രായോഗിക മൂല്യം നമുക്കറിയാം. ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അജ്ഞാതമായിരിക്കുക എന്നതിന് വലിയ ഒരു ആത്മീയ പ്രാധാന്യം നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ വ്യക്തമായും ശക്തമായും ഇത് നമ്മോട് ആവശ്യപ്പെടുന്നത് വ്യക്തികൾക്ക് മുന്നിൽ തത്വങ്ങൾ വെക്കുവാനാണ്. പൊതുജനങ്ങളുടെ മുമ്പിൽ വ്യക്തിമഹത്വത്തിന് ശ്രദ്ധിക്കാതെ നമ്മുടെ ഈ മുന്നേറ്റം പറയുന്നത് ഇത് മാത്രമല്ല, ശരിയായ എളിമ സ്വയം പരിശീലിക്കുന്ന ഇടം കൂടിയാണ്. അപ്പോ ഈ പൊതുജനങ്ങളുടെ മുന്നിലുള്ള അനാമധേയത്വം ഇപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട്. ഇതുപോലെ ലക്ഷക്കണക്കിന് ഏകരല്ലാത്ത പുറത്തുള്ളവരെയും ഇത് സ്വാധീനിച്ചിട്ടുണ്ട്, പുറമേയുള്ള സമൂഹത്തിനെയും. അനാമധേയത്വം നമ്മുടെ പൊതുജന സമ്പർക്ക നയങ്ങളുടെ ആധാരശില അല്ലെങ്കിൽ മൂലക്കല്ലാണെന്നാണ് ബിൽ വിൽസൺ ഇവിടെ എഴുതുന്നത്. അദ്ദേഹം എന്നിട്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ അനാമധേയത്വം അല്ലെങ്കിൽ ഈ ആശയം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് കണ്ടെത്തുന്നത് വളരെ രസകരമായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ ആരും കണ്ടുപിടിച്ചതല്ല, അത് സ്വയം വളർന്നു വന്നതാണ്. തെറ്റുകളിലും ശരികളിലും നിന്ന് വലിയ അനുഭവ സമ്പത്ത് എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമുക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, അത് നമുക്കന്ന് പേരില്ലാത്ത സമൂഹമാണ്, നമുക്ക് രൂപമില്ലാത്ത സമൂഹമാണ്, നമുക്കൊരു ഘടനയില്ലാത്ത സമൂഹമാണ്. രോഗശമനത്തിന് ആവശ്യമുള്ള 12 പടികൾ അല്ലെങ്കിൽ ആവശ്യമുള്ള തത്വങ്ങൾ പൂർണ്ണ രീതിയിൽ ആയിട്ടില്ല, അത് പരീക്ഷണത്തിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് തടഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം കള്ളുകുടിയന്മാര്. അത് എനിക്ക് ബിൽ വിൽസൺ അസാധാരണമായിട്ടുള്ള ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഈ ഗ്രോപ്പിംഗ് എന്നൊരു വാക്കാണ്, അത് തപ്പി നോക്കിക്കഴിഞ്ഞാൽ തപ്പി തടയുക എന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് ആ കാലഘട്ടത്തിലെ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോ രോഗശമനത്തിന് ആവശ്യമുള്ള തത്വങ്ങളായിട്ടില്ല, ഘടനയില്ല, പാതയിൽ എത്തിയെന്ന്
കരുതിയപ്പോ, ബോധ്യപ്പെട്ടപ്പോ അവരൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അപ്പൊ ആ പുസ്തകത്തിലൂടെ മറ്റു കുടിയന്മാരോട് ഒരു നല്ല വാർത്ത എത്തിക്കാൻ, ഒരു ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനൊരു പരിഹാരമുണ്ട് എന്നുള്ള നല്ല വാർത്ത എത്തിക്കാൻ വേണ്ടി അവരൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അപ്പൊ പുസ്തകം രൂപപ്പെട്ട് വരുന്തോറും നമ്മുടെ അനുഭവങ്ങളുടെ സത്ത അതിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. ഒരു ദിവസം ഒറ്റയ്ക്കിരുന്ന ഒരാൾ എഴുതിയതല്ല, അത് രൂപപ്പെടാൻ തുടങ്ങി. അനേകായിരം മണിക്കൂറുകൾ എടുത്തുകൊണ്ടുള്ള ഒരു എഫേർട്ടായിരുന്നു അത്. അപ്പോൾ അതിന് ഈ പുസ്തകമൊക്കെ കളക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ്, അതിന്റെ സത്ത ഈ പുസ്തകത്തിൽ ആവേശിപ്പിച്ചു, അതിനകത്ത് ഉൾപ്പെടുത്തി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുസ്തകത്തിന് ശരിയായ ഒരു പേരിന് വേണ്ടി ഞങ്ങൾ നന്നായി തല പുകച്ചു എന്നാണ് ബിൽ വിൽസൺ പറയുന്നത്. 200ഓളം പേരുകൾ പരിഗണിച്ചു. അപ്പോ പേരുകളെ കുറിച്ച് ആലോചിക്കുകയും അതിനു വേണ്ടിയുള്ള വോട്ടെടുപ്പ്, മീറ്റിംഗിൽ ചർച്ച, അങ്ങനെ മീറ്റിങ്ങുകൾ ആ കാലത്ത് ഒരുപാട് സമയമെടുത്തു. വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇടയിൽ ഈ 200ഓളം പരം പേരുകൾ അത് ചുരുങ്ങി 2 പേരായിട്ട് ഒതുങ്ങി. ഒരു പേര് ദി വേ ഔട്ട്, മറ്റൊന്ന് ആൽക്കഹോളിക്സ് അനോണിമസ്. ദി വേ ഔട്ടിന് പുറത്തേക്കുള്ള വഴിയെന്നോ രക്ഷയുടെ കവാടമെന്നോ ഒക്കെ പരിഭാഷ കൊടുക്കാവുന്നേ ഉള്ളൂ. പുറത്തേക്കുള്ള വഴി, പരിഹാരത്തിലേക്കുള്ള വഴി. അപ്പൊ ഭൂരിഭാഗം അംഗങ്ങളും ദി വേ ഔട്ട് എന്ന് പറയും. പിന്നെ ഫിക്സ് ആയി, ഏകദേശം ഫിക്സ് എന്നല്ല, ആ പേര് ഫിക്സ് ചെയ്തു. അപ്പോ ദി വേ ഔട്ട് എന്നുള്ള പേര് ഫിക്സ് ചെയ്തു. അച്ചടിക്ക് മുൻപായിട്ട് ആരോ നിർദ്ദേശിച്ചതനുസരിച്ച് മറ്റു പുസ്തകങ്ങൾക്ക് ഈ പേരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഫിറ്റ്സ് എം എന്ന് പറയുന്ന അംഗം ലൈബ്രറി ഓഫ് കോൺഗ്രസിൽ, വാഷിംഗ്ടണിലുള്ള ലൈബ്രറി ഓഫ് കോൺഗ്രസിൽ സമീപിച്ചു. അതായത് പിന്നെ അംഗങ്ങളൊക്കെ വോട്ടിനിട്ട് ദി വേ ഔട്ട് എന്ന് പറയുന്ന പേര് സെലക്ട് ചെയ്തു. പ്രിന്റിങ്ങിന് മുമ്പ് ഒരു അംഗം, ഫിറ്റ്സ് എം എന്ന് പറയുന്ന അംഗം, വാഷിംഗ്ടണിലുള്ള അംഗം അങ്ങനെ ലൈബ്രറി ഓഫ് കോൺഗ്രസിൽ പോയി പരിശോധിച്ചു, അന്വേഷിച്ചു. അപ്പോ 12 പുസ്തകങ്ങൾ ഇതേ പേരിലുണ്ടെന്ന് കണ്ടെത്തി. അപ്പൊ ഈ പുസ്തകം ആ പേരിൽ ഇറക്കുകയാണെങ്കിൽ 13ാമത്തെ വേ ഔട്ടായിട്ട് മാറും, 13ാമത്തെ ദി വേ ഔട്ട്. അപ്പൊ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും, അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പേര് നമ്മുടെ അനുഭവങ്ങളുടെ പുസ്തകത്തിന്റെ പേരായി മാറി. ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള പേര് നമ്മുടെ അനുഭവങ്ങളുടെ പുസ്തകത്തിന്റെ പേരായിട്ട് മാറി. നമ്മുടെ മുന്നേറ്റത്തിന് ഒരു പേരും കിട്ടി. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പേരില്ലാതിരുന്ന മുന്നേറ്റത്തിന് ഈ പുസ്തകത്തിന്റെ പേര് തന്നെ കിട്ടി. അപ്പോ അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വലിയ അളവിൽ ആർജിച്ച പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യം, ഈ അനോണിമിറ്റി എന്ന് പറയുന്ന പാരമ്പര്യം, അത് പ്രകടമാക്കാൻ ഈ അനാമധേയത്വം എന്ന് പറയുന്ന പാരമ്പര്യം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ള ഒരു പിന്നെ ആ കാലത്തിന്റെ ചിന്തകളാണ് ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ കോറിയിടുന്നത്. അപ്പോ അതിന്റെ വരവ്, പേരില്ലാത്ത ഒരു സമൂഹം 2 പുസ്തകം, അവരുടെ അനുഭവ സമ്പത്ത് ഒരു പുസ്തകത്തിലാക്കി, ആ പുസ്തകത്തിന് പേരിടാൻ നോക്കി. ദി വേ ഔട്ട് വന്നു, ആൽക്കഹോളിക്സ് അനോണിമസ് വന്നു. വിചിത്രമായ രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിനും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പേര് വന്നു. ബിൽ വിൽസൺ ഇവിടെ ഒരു ചെറിയ നിരീക്ഷണം നടത്തുന്നത്, ഈ തന്റെ അത്ഭുതങ്ങൾ പ്രകടമാക്കാൻ ഈശ്വരൻ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വഴികൾ പലപ്പോഴും കണ്ടെത്തുന്നു. ഞാന് ഇത്തരത്തിലുള്ള ചില രത്നത്തിന് സമാനമായിട്ടുള്ള നിരീക്ഷണങ്ങള് ബിൽ വിൽസൺ നടത്തിയിട്ടുണ്ട്. ആ മനുഷ്യന്റെ അടുത്ത് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്തുകൊണ്ട് 100 കണക്കിന് ആൾക്കാര് ബസിന്റെ അടിയിൽ പോയി വീണ് ചത്തപ്പോ ഞാൻ മരിച്ചില്ല, എത്രയോ കുറ്റങ്ങൾ ചെയ്ത മനുഷ്യര് ജയിലിൽ കിടക്കുമ്പോ ഞാൻ കിടന്നില്ല, എത്രയോ മനുഷ്യര് ചെയ്ത തെറ്റുകൾക്ക്
അതേ അളവിലുള്ള നിയമ നടപടികൾ അനുഭവിച്ച് രോഗം അനുഭവിച്ച് കിടക്കുമ്പോൾ ഞാൻ അനുഭവിച്ചില്ല എന്നുള്ള എൻ്റെ റിക്കവറിക്കുള്ള സംശയത്തിനുള്ള ഒരു ഉത്തരം ഇതാണ്. തൻ്റെ അത്ഭുതങ്ങൾ പ്രകടമാക്കാൻ ഈശ്വരൻ മിസ്റ്റിക് ആയിട്ടുള്ള വഴികൾ പലപ്പോഴും കണ്ടെത്തുന്നു. അതിന് യുക്തിപരമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോ ഈ അനാമധേയത്വം എന്ന് പറയുന്ന വാക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കയറി വന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ കരുതി കൂട്ടി വരുത്തിയതല്ല. അത് ബിൽ വിൽസന്റെ കാഴ്ചപ്പാടില് ഒരു വലിയ ശക്തിയുടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ, അടിസ്ഥാന ഗ്രന്ഥത്തില് അനാമധേയത്വത്തെ പറ്റി പരാമർശമുള്ള പല ഭാഗങ്ങളുണ്ട്. 1-ാമത്തെ പതിപ്പിന്റെ മുഖവരയില് പറയുന്നത്, ഞങ്ങൾ എണ്ണത്തിൽ ഞങ്ങൾ പിന്നെ ബിസിനസ് ഞങ്ങളിൽ മിക്കവരും ബിസിനസ്സുകാരും മറ്റ് സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രകാരം സംഭവിച്ചാൽ ഞങ്ങൾ തൊഴിലുകൾ ചെയ്യാൻ പറ്റാതെയാവും. അപ്പോ ആ ഒരു പരാമർശമുണ്ട് അനാമധേയത്തെ കുറിച്ച്. അതുപോലെ തന്നെ പത്രങ്ങളിൽ എഴുതുകയോ, ഇതെല്ലാം 1-ാമത്തെ പതിപ്പിന്റെ മുഖവരയിൽ തന്നെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ടെക്സ്റ്റ് ബുക്കിലെ 1-ാമത്തെ പതിപ്പിന്റെ മുഖവുരയിൽ അവിടെ എഴുതിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പത്രങ്ങളിൽ എഴുതുകയോ പൊതുവേദികളിൽ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്വന്തം പേരുകൾ മറച്ചു പിടിക്കുകയും പകരം ഏഴിലെ ഒരു അംഗമാണ് ഞാനെന്ന് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ പത്രബന്ധുക്കളോട് ഈ അപേക്ഷ പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റൊരു തരത്തിലായി ഞങ്ങൾ വളരെയേറെ ദുർബലരാക്കപ്പെടും. അപ്പോൾ ഈ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 1-ാം പതിപ്പിന്റെ ആമുഖത്തില് ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ അതിന്റെ ആദ്യം പറഞ്ഞ ഭാഗം, ഈ പ്രസിദ്ധീകരണത്തിന്റെ ഫലമായി ഉണ്ടാകാനിടയുള്ള വിവിധ മനുഷ്യരുടെ അസംഖ്യം അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അജ്ഞാതരായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് പത്രങ്ങളിൽ എഴുതുകയോ പൊതുവേദികളിൽ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേരുകൾ മറച്ചു പിടിക്കണമെന്നും പകരം ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗമാണെന്ന് പരിചയപ്പെടുത്തുകയൊക്കെ. അങ്ങനെ ആദ്യത്തെ 1-ാം പതിപ്പിന്റെ ആമുഖത്തിൽ ഈ വളരെ ക്രൂഡായിട്ട് അനാമധേയത്വത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1939 ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് ശേഷം 100 കണക്കിന് AA ഗ്രൂപ്പുകൾ ആരംഭിച്ചു. അപ്പോ മിക്കവാറും അതിലെ അംഗങ്ങള് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതില് ഒന്ന്, നമ്മൾ എത്രത്തോളം അജ്ഞാതരായിരിക്കണം? 2, അജ്ഞാതനായിരിക്കുക എന്ന അനാമധേയത്വം എന്ന തത്വത്വം കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുക? അപ്പോ നമ്മൾ എത്രത്തോളം അനാമധേയത്വം പാലിക്കണം? അനാമധേയത്വം എന്നുള്ള തത്വം കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുക എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളും അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ സ്വാഭാവികമായി നമ്മൾക്കിടയിൽ വന്നു. എന്താണ് നമ്മുടെ അനാമധേയത്വം എന്നതും ഏതുവരെ അത് കൊണ്ടുപോകാമെന്നും എന്നൊക്കെയുള്ള ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. ഇപ്പൊ മദ്യാസക്തി എന്ന രോഗം, അതിനെതിരെയും മദ്യാസക്തി എന്ന രോഗത്തിനെതിരെയും സമൂഹത്തില് ഇപ്പൊ സമൂഹത്തില് പലപ്പോഴും ഒരുതരം സ്റ്റിഗ്മ ഉണ്ട്. ഇപ്പോ എയ്ഡ്സ് രോഗം ഡിക്ലെയർ ചെയ്തപ്പോ എയ്ഡ്സ് രോഗികളെ സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജന്മകാലത്ത്, അത് ജനിക്കുന്ന സമയത്ത് ഈ മദ്യാസക്തൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സമൂഹം ഒരു തരത്തിലും അടുപ്പിക്കാൻ കൊള്ളാത്ത ഒരു വിഭാഗമായിട്ട് കരുതിയിട്ടിരുന്നു. അപ്പോ ഈ രോഗത്തിനെതിരെ സമൂഹം ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യകാല അംഗങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാനൊരു അംഗമാണെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ ഇന്നും അത്രയൊന്നും ധൈര്യത്തോടെ പലരും പ്രഖ്യാപിക്കില്ല. കാര്യം ഇന്നും സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ പല മേഖലയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു വലിയ പാരമ്പര്യമായിട്ട് ഇത് ഇപ്പോഴും നിൽക്കുന്നു, ഒരു നവാഗതനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അന്നത്തെ സമയത്ത് ഈ സോഷ്യൽ സ്റ്റിഗ്മ അതിനെ അംഗങ്ങൾ ഭയപ്പെട്ടിരുന്നു. അപ്പോ വ്യക്തികൾക്ക് ഈ ആൽക്കഹോളിക്സ് അനോണിമസുമായി ഞങ്ങളെ ബന്ധപ്പെടുത്തി കാണുന്നതിൽ
ഒരു കടുത്ത വിമുഖത അന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. ചിലർ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നതിന് മുമ്പ് അവര് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളിൽ നിന്ന് ഉറപ്പ് വരുത്തുമായിരുന്നു, ഞങ്ങളെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്ത് പറയരുത്, നമ്മുടെ പേര്. അപ്പോ അന്നത്തെ കാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അവരുടെ പേര് രഹസ്യമാക്കി വെക്കുമെന്ന് ഉറപ്പ് കൊടുക്കും. അതായത് എയുമായി ബന്ധപ്പെടുത്തി അവരുടെ പേരുകൾ പുറത്തറിഞ്ഞാൽ സമൂഹത്തിലുള്ള അവരുടെ സ്ഥാനത്തെയും തൊഴിലിനെയും ബാധിക്കുമെന്ന് അവർ ഭയന്നു. സത്യമാണത്. ഇന്ന് ഒരു ക്ഷയരോഗിയാണെന്ന് അറിഞ്ഞാൽ എത്ര കൊലക്കൊമ്പനായാലും ശരി, ചില MD മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ഒക്കെ വന്നാൽ വീട്ടിൽ കയറ്റില്ല, അടുത്ത് വരില്ല. കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. അപ്പോ TBക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ഇപ്പോഴും പേടിച്ചാണ് കഴിക്കുന്നത്. എയ്ഡ്സ് രോഗികൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്, സമൂഹം ഒറ്റപ്പെടുത്തി കളയും. അപ്പോ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് എയുമായി ബന്ധപ്പെടുത്തി അവരുടെ പേരുകൾ പുറത്തറിഞ്ഞാൽ സമൂഹത്തിലുള്ള അവരുടെ സ്ഥാനത്തെയും തൊഴിലിനെയൊക്കെ ബാധിക്കുമെന്ന് അവർ ഭയന്നു. അപ്പോ മറുവശത്ത് വ്യക്തിപരമായ അനാമധേയത്വം ഒരു കുട്ടിക്കളി പോലെ എന്നും അയാളുടെ അംഗത്വം, അതായത് ഇത് എയിൽ വരുമ്പോഴത്തേക്ക് അയാളുടെ സകല കാര്യങ്ങളും രഹസ്യമാക്കി വെക്കണമെന്നുള്ള വിചാരമുള്ള, മെമ്പർഷിപ്പിനെ കുറിച്ചൊക്കെയുള്ള, അയാൾ ഒരു ആൽക്കഹോളിക് ആണെന്ന് പുറത്തറിഞ്ഞാൽ തരം താഴ്ത്തപ്പെടുമെന്ന് പറയുന്ന ഒരു വിഭാഗം. ഇനി മറ്റൊരു വിഭാഗം, ഒരു നവാഗതൻ ഇങ്ങോട്ട് കയറി വരുന്നു, അയാൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ എയിലെ ഭാഷ പറഞ്ഞാൽ ആവേശഭരിതനായിട്ട് പുരപ്പുറത്ത് നിന്ന് തന്നെ എയിൽ അംഗമാണെന്ന് വിളിച്ചു പോകുന്നു. അതായത് സമൂഹത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ട്, സമൂഹത്തിൽ അറിയപ്പെടുന്ന അവരുണ്ട്, ഇവരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഈ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള പ്രശസ്തരുടെ സാന്നിധ്യം മുതലാക്കണമെന്ന് പോലും ആവശ്യപ്പെട്ട ഒരു വിഭാഗം. അപ്പോ ഈ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ പൂർണ്ണമായിട്ടും രഹസ്യമാക്കി വെക്കണമെന്നും പുരപ്പുറത്ത് കയറിയെന്ന് വിളിക്കുകയും ഇതിലുള്ള 10 പേര് അറിയുന്ന ആൾക്കാരുടെ പ്രശസ്തി മുതലാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഈ രണ്ട് വിഭാഗം, ഈ രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് വിരുദ്ധ ചേരിയിലുള്ള ഗ്രൂപ്പുകൾ. അതിൽ തന്നെ പുതിയ ചില ഗ്രൂപ്പുകൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു രഹസ്യ സമൂഹം പോലെയാണ് പെരുമാറിയത്. അവരുടെ മീറ്റിങ്ങുകളെ കുറിച്ച് അപ്പൊ ഇത്രയൊക്കെ രഹസ്യം പാലിക്കുന്നവര് ഒരു പത്രപ്രവർത്തകനെ യോഗസ്ഥലത്ത് വിളിച്ചു വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലെന്നാണ് ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നത്. അപ്പം മറ്റു ചില ഗ്രൂപ്പുകൾ എ ഗ്രൂപ്പിനെ കുറിച്ച് അവർ നിൽക്കുന്ന ഇടങ്ങളിൽ എല്ലാം അവരെവിടെയാണ്, ഇപ്പോ ആലപ്പുഴ ഒരു ഗ്രൂപ്പ് തുടങ്ങിയാൽ ആ ആലപ്പുഴയിൽ ഈ ഗ്രൂപ്പിനെ കുറിച്ച് അവിടെ നിൽക്കുന്ന ഇടങ്ങളിൽ അറിയണമെന്ന് ആ ഗ്രൂപ്പ് തീരുമാനിച്ചു. അംഗങ്ങളുടെ പേരൊന്നും പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും കിട്ടിയ അവസരം എല്ലാം ഉപയോഗിച്ചു. ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിച്ചു. ചിലപ്പോഴൊക്കെ പബ്ലിക്കിന് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയൊക്കെ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അവിടെ അംഗങ്ങൾ അവരുടെ സ്വന്തം പേര് ഉപയോഗിച്ച് തന്നെ പ്രത്യക്ഷപ്പെട്ടു. ഉദാഹരണത്തിന് ഇന്നത്തെ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗിൽ ഒരു അംഗ അയാളുടെ പേര് ഉപയോഗിച്ച് തന്നെ സംസാരിച്ചു, സ്വന്തം പേര് ഉപയോഗിച്ച് തന്നെ സംസാരിച്ചു, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോ ഇത്തരം ഗ്രൂപ്പുകളിൽ ഈ ഡോക്ടർമാരും പള്ളിയിലച്ചന്മാരും ഈ പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും ഇവയിൽ സംസാരിക്കുന്നതിന് വേണ്ടി കൂടെ ക്ഷണിക്കപ്പെടുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ ചില അംഗങ്ങൾ ഇവിടെയും അവിടെയൊക്കെ തങ്ങളുടെ അനാമധേയത്വം പൂർണ്ണമായും ഡ്രോപ്പ് ചെയ്ത് ഒഴിവാക്കിയവ. അപ്പൊ അവരുടെ പേരും പടങ്ങളും കഥകളും പ്രവർത്തനങ്ങളും ഒക്കെ പത്രത്തിൽ അച്ചടിച്ചും വന്നു. ചിലപ്പോഴൊക്കെ പ്രസിദ്ധീകരണത്തിന് സ്വന്തം പേര് ലേഖനം എഴുതിയിട്ട് ഒപ്പിട്ട് നൽകുക കൂടെ ചെയ്തു ചില അംഗങ്ങൾ. നമ്മളിത് ഈ ലേഖനം ബിൽ വിൽസൺ എഴുതുന്നത്, ഈ ലേഖനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ രൂപപ്പെട്ടു വന്നതെന്നാണ്. അപ്പോ ഇന്ന് ആദ്യം കേൾക്കുമ്പോൾ അത്ഭുതകരമായിട്ട് തോന്നുന്ന ആ സംഭവങ്ങളിൽ നിന്ന് നോക്കണം ഓരോ ഗ്രൂപ്പുകൾ അന്നത്തെ സമയത്ത് ഇത് പരുവപ്പെട്ടു വരുന്നത്. ഇപ്പോ എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളുടെ പെരുമാറ്റം സംസാരിച്ചു. എന്നിട്ട് ബിൽ വിൽസൺ പറയുന്നത്, പൊതുവിൽ നമ്മളെ എല്ലാവരെയും അനാമധേയത്വം എന്ന തത്വത്തിൽ നമ്മളെല്ലാവരും അനാമധേയത്വം എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ പ്രായോഗികമായി വരുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകും. പക്ഷെ തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഭാവിയുടെ ഭാവിയിൽ സുരക്ഷയുടെയും അതുപോലെ ഉപയോഗക്ഷമതയും ഈ പാരമ്പര്യത്തിന്റെ കരുതി വെക്കലിലാണ്, അതിന്റെ കരുതി വെക്കലിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്നാണ് ബിൽ വിൽസൺ
കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സത്യമാണ്. അപ്പോ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ചെയ്യേണ്ടത് ഈ അനാമധേയത്വം എന്നുള്ള പാരമ്പര്യം ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതിന്റെ ഒരു വശം പൊതുജന സമ്പർക്കവുമായിട്ട്, ആൽക്കഹോളിക്സ് അനോണിമസിന് പുറത്തുള്ള പൊതുജന സമ്പർക്കവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പക്ഷെ ഈ ലേഖനത്തില് അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആ വാളിന്റെ മറ്റേ തല കൊണ്ട് ബിൽ വിൽസണും ആദ്യത്തെ പഴയകാല പൈനിയർ മെമ്പർമാരും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുടെ ഒരു തുള്ളി രക്തം പോലും വരുത്താതെ ഉള്ള ഒരു വല്ലാത്ത ഒരു സർജറി നടത്തുന്നു. അപ്പോ അതിലേക്ക് ഈ പാരമ്പര്യത്തെ കൊണ്ട് നടത്തി എത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം തന്നെ ചോദിക്കുന്നത്. വ്യക്തിത്വങ്ങൾ മങ്ങി തുടങ്ങുകയും അനാമധേയത്വം ആരംഭിക്കുകയും ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, എവിടെ വെച്ചാണ്, ഏത് പോയിന്റിൽ നിന്നാണ്? എന്തായാലും വസ്തുതാപരമായി പറഞ്ഞാൽ നമ്മൾ ചിലർ നമ്മുടെ അടുത്ത ആളുകളോട് അജ്ഞാതരായി ഇരിക്കില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ലേ ഫ്രണ്ട്സിന്റെ അടുത്തുമൊക്കെ? അപ്പൊ ഈ തലങ്ങളിൽ അനാമധേയത്വം നഷ്ടപ്പെടുത്താൻ കാരണം നമ്മുടെ സുഹൃത്തുക്കള് നമ്മളോട് സഹകരിക്കുന്നവരും, നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളും നമ്മളോട് സഹകരിക്കുന്നവരും എയെ കുറിച്ച് അറിയുകയും അതിലൂടെ നമുക്ക് വന്ന മാറ്റം അറിഞ്ഞ് നമ്മൾ കുടിയന്മാരാണെന്ന് സമ്മതിക്കുന്നതിലെ ഭയം ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ എക്കാരാണെന്ന് പറയുകയും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മളിൽ വരുന്ന മാറ്റം അവരറിയുന്നു, കൊള്ളാം. അതിനേക്കാളും വലുത് ഈ നമ്മള് കുടിയന്മാരാണെന്ന് സമ്മതിക്കുന്നതിൽ ഒരു ഭയം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ സോഷ്യൽ സ്റ്റിഗ്മ, ആ ഭയം നഷ്ടപ്പെട്ടു തുടങ്ങും. എങ്കിലും പത്രക്കാരോട് നമ്മൾ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു തരം സെമി പബ്ലിക് മീറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ കാലത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ മീറ്റിംഗ്, അതില് ഇപ്പൊ നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുകയും നമ്മുടെ യഥാർത്ഥ പേരിൽ തന്നെ അതിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ ഒരു ഗുണം എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് ഈ മദ്യാസക്തി എന്ന രോഗം അത് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള സംസാരം കൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക്, നമ്മുടെ പരിചയവൃത്തങ്ങളിലേക്കും ആൽക്കഹോളിക്സ് അനോണിമസ് എത്തുകയും ചെയ്യും. എങ്കിലും ഈ അളവ് കഴിഞ്ഞുള്ള നമ്മൾ മുന്നോട്ട് പോയാൽ, ഈ ഒരു സെമി പബ്ലിക് ആയിട്ടുള്ള ചെറിയ ഒരു ആൾക്കൂട്ടങ്ങൾ എന്നുള്ള അളവ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ അനോണിമിറ്റി, അനാമധേയത്വം എന്നുള്ള ആദർശം നഷ്ടമാകും. എല്ലാ അംഗങ്ങളും അവരുടെ പേരും മറ്റും പ്രസിദ്ധപ്പെടുത്തിയാൽ, പടങ്ങളും കഥകളും അച്ചടിച്ചു വന്നാൽ നമ്മൾ പരസ്യപ്പെടുത്താൻ വെമ്പുന്ന ഒരു കൂട്ടമായിട്ട് മാറും. അതാണ്. അതിന് സ്വയം പരസ്യപ്പെടുത്തുന്നതിന് അതിരുകളില്ലാത്ത, അതിന് വെമ്പുന്ന ഒരു കൂട്ടമായിട്ട് മാറും. ഇവിടെയാണ് നമ്മൾ അതിർവരമ്പുകൾ വരയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം. അപ്പോ ബിൽ വിൽസൺ അംഗങ്ങളും പറഞ്ഞിട്ട് അദ്ദേഹം അതുകൊണ്ട് ഓരോ അംഗവും വ്യക്തിപരമായ അനാമധേയത്വം ക്രമപ്പെടുത്തുകയും ഏതളവ് വരെ പോകണമെന്ന് തീരുമാനിക്കുകയും മറ്റംഗങ്ങൾ അത് റെസ്പെക്ട് ചെയ്യുകയും വേണം. ഈ പാരമ്പര്യം രൂപപ്പെട്ടു വരുന്നതിലെ ഒരു ഫാക്ടർ അങ്ങനെയായിരുന്നു. തിരിച്ച് ഒരു അംഗം അവന്റെ ഗ്രൂപ്പിൽ അനാമധേയത്വത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കുകയും അതിൽ അംഗങ്ങൾ പ്രാദേശിക രീതിയിൽ അയാളും അതായത് നമ്മളിപ്പോ ആദ്യം പറഞ്ഞത്, ഒരു അംഗം വ്യക്തിപരമായിട്ടുള്ള അനാമധേയത്വം ക്രമപ്പെടുത്തുകയും ഏത് അളവ് വരെ പോകുന്നതിന് അയാൾ എത്രത്തോളം അനോണിമസ് ആയിരിക്കണമെന്ന് ഒരു അംഗം തീരുമാനിക്കാം, ഒരു അംഗത്തിന് തീരുമാനിക്കാം. മറ്റംഗങ്ങൾ അത് റെസ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ അയാൾ സഹകരിക്കുന്ന ഗ്രൂപ്പിന് അനാമധേയത്വത്തെ കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ കാണും. അതും ബഹുമാനിക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും വേണമെന്ന് നിർദ്ദേശിക്കുന്നു. മൂന്നാമത് ഒരു സജഷൻ, നമ്മുടെ ലോകവ്യാപകമായിട്ടുള്ള ഒരു നയമാണ്
ഒരു അംഗവും എയുമായി ബന്ധപ്പെടുത്തി അയാളുടെ പേരോ പ്രവർത്തനമോ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ളത്. എങ്കിലും ഇവയുമായി ബന്ധമില്ലാത്ത മറ്റ് മേഖലകളിൽ അയാൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗമാണെന്ന് പ്രസിദ്ധപ്പെടുത്താതെ, ഞാൻ എയിൽ അംഗമാണെന്ന് പറഞ്ഞ് പ്രസിദ്ധപ്പെടുത്താതെ അയാളൊരു നല്ല പ്രാസംഗികനാണ്, ഒരു പുസ്തക എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു പാമ്പ് പിടുത്തക്കാരൻ, നമ്മളെ വാവ സുരേഷിനെ പോലെ നമ്മുടെ ഒരു അംഗം ഒരു പാമ്പ് പിടുത്തക്കാരനാണ്. അയാളുടെ പാമ്പ് പിടുത്തത്തിന്റെ മേഖലയിൽ അയാളുടെ പേരും പിന്നെ ലേഖനങ്ങളും പ്രസിദ്ധിയും ഒക്കെ അയാൾക്ക് കിട്ടാം. അതിൽ അയാൾക്ക് നമ്മൾ കാര്യം ഒന്നും തടയുന്നില്ല. അത് അയാളുടെ ഒരു ഒരു വൈദഗ്ധ്യം, അയാൾക്കത് ഉപയോഗിക്കാം. അത് എന്ത് തന്നെ ആയാലും അയാളുടെ അംഗത്വം പുറത്തു പോകരുത്. ഇതാണ് നമ്മുടെ ആ കാലത്തെ ഒരു ചർച്ചയിൽ വന്നത്. പിന്നീട് ഈ നിർദ്ദേശങ്ങളും ഇവയുടെ നിലപാടുകളും ഈ അനാമധേയത്വം എന്ന് പറയുന്ന ആദർശം നമ്മുടെ ഗ്രൂപ്പുകളും വ്യക്തികളും ഒക്കെ വളരെ വ്യത്യസ്തമായ നിലയിലാണ്. അനാമധേയത്വം എന്ന് പറയുന്ന ആദർശം ഓക്കെ ആണെങ്കിലും അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത് വ്യക്തികളും ഗ്രൂപ്പുകളും വ്യത്യസ്ത തലത്തിലായിരുന്നു. അപ്പൊ അത് എന്തായാലും ഈ നിർദ്ദേശവും ഇവയുടെ വ്യത്യസ്ത കലർന്ന നിലപാടുകൾ ഒരു നയമായി സ്വീകരിക്കപ്പെട്ടു തുടക്കകാലത്ത്. അപ്പോൾ ഓരോ അംഗങ്ങളും നമ്മുടെ അനുഭവങ്ങൾ അറിയാൻ, ഓരോ അംഗങ്ങളും നമ്മുടെ അനുഭവങ്ങൾ അറിയാൻ താല്പര്യപ്പെട്ടു. 1946 ഇത് എഴുതുന്നത്. അപ്പോ നമ്മുടെ പഴമക്കാർ അനാമധേയത്വം എന്ന വിഷയത്തെ ഇന്നത്തെ കാലത്ത് എങ്ങനെ കാണുന്നുവെന്ന് ഈ ലേഖനത്തിന്റെ ഉദ്ദേശവും അത് തന്നെ നമ്മുടെ കൂട്ടായ അനുഭവത്തിന്റെ പങ്കുവയ്ക്കലിലൂടെ എല്ലാവരെയും അപ് ടു ഡേറ്റ് ആക്കുക എന്നതുമാണ്. അപ്പോ ഈ ലഘുലേഖ പ്രസിദ്ധീകരിച്ച നമ്മുടെ ഗ്രേപ്പ് പോയിന്റില് ഇത് ബിൽ വിൽസൺ എഴുതിയതിന്റെ ഒരു കാര്യം തന്നെ, ഈ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് രൂപപ്പെട്ടു, ബിഗ് ബുക്ക് പബ്ലിഷ് ചെയ്തു, ഗ്രൂപ്പുകൾ തുടങ്ങി, അനാമധേയത്വം എന്ന് പറയുന്ന ആദർശത്തിന് നമ്മൾ ഇങ്ങനെ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ കാലങ്ങൾ മുന്നോട്ട് പോയി 36 കഴിഞ്ഞ് 1946 എത്തിയപ്പോ ഇതിന്റെ അനാമധേയത്വം എന്ന് പറയുന്ന ആദർശത്തിന്റെ അത് ഈ 46 എങ്ങനെ കാണുന്നു എന്ന് അന്ന് ഉണ്ടായിരുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെ ഈ അപ് ടു ഡേറ്റ് ചെയ്യാൻ, അവർക്ക് ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ് ബിൽ വിൽസൺ 1946 ലേഖനം എഴുതുന്നത്. എന്നിട്ട് അദ്ദേഹം അക്കമിട്ട് 1-2 കാര്യങ്ങൾ എന്ന് എഴുതിയിട്ട്, ഒന്നാമത്, ഞാൻ വിശ്വസിക്കുന്നു ഈ പൊതുവെയുള്ള ആശയമായിട്ടുള്ള അനാമധേയത്വം വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒന്നാണെന്ന് അദ്ദേഹം ഒന്നാമത് വിശ്വസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ വിശദീകരിക്കുന്നത്, നമ്മൾ എല്ലാവരും സമ്മതിക്കുന്ന ഒന്നാണ്. കാരണം കുടിയന്മാരും അതായത് ആൽക്കഹോളിക്സിനെയും അവരുടെ കുടുംബത്തെയും, സമൂഹത്തിലുള്ള കുടിയന്മാരും അവരുടെ കുടുംബവും നമ്മളെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഈ അനാമധേയത്വത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം, നമ്മളെ സമീപിക്കാൻ നമ്മൾ അവരെ കുറിച്ചുള്ള ഒരു കാര്യവും പുറത്തു പറയില്ല. അതുപോലെ സമൂഹം തിരിച്ചറിയുമെന്ന ഭീതി ഉണ്ടെങ്കിൽ കൂടി അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ രഹസ്യമാക്കി വെക്കുമെന്നൊരു ഉറപ്പ് അവർക്കുമുണ്ട്. മദ്യപാന പ്രശ്നങ്ങൾ, അതായത് ഓരോ കുടുംബത്തിലെയും, ബിൽ വിൽസന്റെ ഒരു പ്രത്യേക ഒരു എഴുത്താണ് ഇതില് അയാൾ എഴുതിയിരിക്കുന്നത്, അത് വളരെ സത്യമാണത്. ഈ മദ്യപാന പ്രശ്നങ്ങൾ, ഈ ഒരു മദ്യപാനി എയിൽ വരുമ്പോ അയാളുടെ വീട്ടിലെ കക്കൂസിൽ അടക്കം ചെയ്യേണ്ട ചില കുടിപ്രശ്നങ്ങളും ഉണ്ടാവും. അത് അയാളുടെ വീട്ടിലെ ക്ലോസറ്റിൽ തന്നെ സൂക്ഷിക്കേണ്ടത് നാട് നീളെ നമ്മൾ മെമ്പർ പറഞ്ഞുകൊണ്ട് നടക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടെ അനാമധേയത്വമുണ്ട്. അത് ബിൽ വിൽസൺ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതാണ്. ആ കുടിച്ചിരുന്ന കാലത്തെ അനുഭവങ്ങളുടെ, അതിന്റെ സ്കെൽട്ടൻസ്, അനുഭവങ്ങളുടെ അസ്ഥികൂടങ്ങൾ, ചില നാറ്റ കേസുകളൊക്കെ ഉൾപ്പെടുന്ന അനുഭവങ്ങളുടെ അസ്ഥികൂടം ഈ വീടുകളിലെ ക്ലോസറ്റിനകത്ത്, കക്കൂസിനകത്ത് കുഴിച്ചു മൂടേണ്ട ചില നാറ്റ കേസുകളുണ്ട്. അപ്പൊ അത്തരം കേസുകളും നമ്മൾ ഷെയറിങ്ങിലൂടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ പറയും. അപ്പൊ അത് പറയുമ്പോൾ വീട്ടിലെ കക്കൂസിനകത്ത് സൂക്ഷിക്കേണ്ട നാറിയ കേസുകൾ നമ്മുടെ അംഗങ്ങൾ തെരുവുകളിലൂടെ പറഞ്ഞുകൊണ്ട് നടക്കില്ല എന്നൊരു ഉറപ്പ് കൂടെ അനാമധേയത്വത്തിനുണ്ടെന്നുള്ള. പറയുമ്പോ, ചില നാറ്റ കേസെന്നും ചില നാറിയ അനുഭവങ്ങളുടെ അസ്ഥികൂടമെന്നും
കക്കൂസി കിടക്കേണ്ട വിഷയങ്ങള് അത് അവിടെ കിടക്കാതെ നമ്മുടെ നഗരവീതിയിലൂടെ പട്ടണ പ്രദർശനം നടത്തണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ അംഗത്തിനോടുമുള്ള ഒരു ഒരു റിമൈൻഡറാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഗോസിപ്പ്, അനാവശ്യമായിട്ട് മറ്റൊരു അംഗത്തിന്റെ ക്യൂരിയോസിറ്റി, അതിലും വിചിത്രമായിട്ട് ഈ മറ്റൊരു ഗ്രൂപ്പിൽ കേൾക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു അംഗം പറഞ്ഞൊരു കാര്യം അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്ന് നമ്മൾ പോയാൽ അത് ആ വ്യക്തിയും പുറമേയുള്ള സമൂഹം അറിഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശ്വാസ്യത കുറയും. എന്നിട്ട് രണ്ടാമത് ബിൽ വിൽസൺ ചൂണ്ടിക്കാണിക്കുന്നത് അനാമധേയത്വം എന്ന നയം നമ്മുടെ ലക്ഷ്യത്തിന്റെ സംരക്ഷണമാണ്. നമുക്ക് ഇന്നറിയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 5ാമത്തെ പാരമ്പര്യമാണ്. ഇപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യാസക്തന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അപ്പോ ആ ലക്ഷ്യത്തിന്റെ സംരക്ഷണമാണ് അനാമധേയത്വം. അല്ല നമ്മുടെ നേതാക്കന്മാരോ സ്ഥാപകരോ സോക്കാൾ അങ്ങനെ വിളിക്കുന്നവര് അങ്ങനെയൊക്കെ ആയവർ എല്ലാവർക്കും അറിയാവുന്നവരും ഏത് സമയത്തും ഇവിടെ ബിൽ വിൽസൺ പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് ഈ നമുക്ക് പ്രൈമറി പർപ്പസ് സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക്കിന് നമ്മുടെ സന്ദേശം എത്തിക്കുക. അതിൽ കവിഞ്ഞ് ഇപ്പോ അയാൾ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എല്ലാ അംഗങ്ങളും, അതിപ്പോ സഹസ്ഥാപകനായാലും ശരി അറിയപ്പെടുന്നവരായാലും ശരി, അയാള് കുടിക്കാമെന്ന് മാത്രമല്ല അത്തരത്തില് വളരെ പ്രചാരമുള്ള വ്യക്തികൾ കുടിക്കുമ്പോഴത്തേക്ക് അത് ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു കളങ്കമാവുകയും ചെയ്യും. അപ്പൊ ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ബിൽ വിൽസൺ സ്വയം സഹസ്ഥാപകൻ എന്ന് അയാളെ തന്നെയാണ് മെൻഷൻ ചെയ്തത്. അയാൾ വേണമെങ്കിൽ കുടിക്കാം. അപ്പൊ അതുകൊണ്ട് വ്യക്തികള് എടുത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ഒരു വൈറ്റൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു, ഇതിലെ പേഴ്സണാലിറ്റീസ് എവിടെയാണ് മങ്ങേണ്ടത്, എപ്പോഴാണ് അനാമധേയത്വം അജ്ഞാതനായിട്ടിരിക്കുന്ന ആ തത്വം ആരംഭിക്കേണ്ടതെന്നുള്ളൂ. അപ്പൊ അതിന് ഒരു സൂചന ഇവിടെ കൊടുക്കുന്നു. മൂന്നാമത് ബിൽ വിൽസൺ പറയുന്നത് എല്ലാ പത്രപ്രവർത്തകർക്കും പേരില്ലാത്ത ഒരു ലേഖനം എഴുതാൻ. ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒരു സ്റ്റോറി എഴുതുമ്പോൾ അതില് തങ്കപ്പനെന്നും ഭാഗവനെന്നും ജോസെന്നും ഡിക്രൂസ് ഒന്നും പേരെഴുതാൻ പറ്റാതെ അയാൾക്കൊരു സ്റ്റോറി എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അയാൾ ഈ പത്രപ്രവർത്തനം പെട്ടെന്ന് തന്നെ ആ ബുദ്ധിമുട്ട് മാറ്റിവെച്ചു. കാരണം അയാള് വ്യക്തിഗത നേട്ടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരെ അയാളുടെ ജീവിതത്തിൽ അയാൾ ആദ്യമായിട്ട് അവരുടെ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള ഒരു പരസ്യവും ആവശ്യപ്പെടാത്ത ഒരു ഓർഗനൈസേഷൻ, ഒരു മുന്നേറ്റം, ഒരു മൂവ്മെന്റ്, അത് അവർ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോ ഈ കൂട്ടത്തിലെ സ്പഷ്ടമായിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള ആത്മാർത്ഥത ഈ റിപ്പോർട്ടേഴ്സിനെ എയുടെ ഒരു സുഹൃത്താക്കി ഉടനടി മാറ്റി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രൂപാന്തരപ്പെടുത്തിയെന്നാണ്. അപ്പൊ അതുകൊണ്ട് അയാളുടെ ലേഖനം സൗഹാർദ്ദപരമായിട്ട് മാറി, അല്ലാതെ ഒരു സ്ഥിരം തൊഴിൽ പോലെ ആയിരുന്നില്ല. ഈ അനാമധേയത്വത്തെ കുറിച്ച് ഇപ്പൊ ബിൽ വിൽസൺ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഓരോ അക്കമിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഒരു രഹസ്യ സമൂഹമായിട്ട് ഇരിക്കേണ്ടതിന് ആൽക്കഹോളിക്സ് അനോണിമസ് അനാമധേയത്വം പാലിക്കുന്നതുകൊണ്ട് പുറമേ നിന്നുള്ള കുടിയന്മാർക്ക് ഇതിനകത്ത് വരാനൊരു ധൈര്യം കൊടുക്കുമെന്നും, രണ്ടാമത്തത് നമ്മുടെ പ്രൈമറി പർപ്പസിന്റെ 5ാമത്തെ പാരമ്പര്യത്തിന്റെ സംരക്ഷണമായിട്ട് ഇത് നിൽക്കുമെന്നുള്ളത്, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യണം. മൂന്നാമത് ഈ പുറമേയുള്ള പൊതുജന സമ്പർക്ക രീതിയിൽ നമ്മളെ വ്യക്തികൾ അനാമധേയത്വത്തിൽ ഇരിക്കുമ്പോൾ, നമ്മൾ അജ്ഞാതരായിട്ട് ഇരിക്കുമ്പോൾ പത്രബന്ധുക്കള് അവര് നമ്മുടെ ആ ആത്മാർത്ഥത മനസ്സിലാക്കിയിട്ട് നമ്മളെ വളരെ ആത്മാർത്ഥതയോടെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് ബിൽ വിൽസൺ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പത്രപ്രവർത്തകന്റെ ലേഖനം സൗഹാർദ്ദപരമായിട്ട് മാറുന്നു, സ്ഥിരമായിട്ടുള്ള ഒരു പേന ഉന്ത് പോലെ ആകുന്നില്ല, അത് ആവേശഭരിതമായ ഒരു എഴുത്താവുന്നു. അത് പലപ്പോഴും എക്ക് എങ്ങനെയാണ് ഇത്രയും മികച്ച പരസ്യം കിട്ടുന്നതെന്ന് ആൾക്കാർ ചോദിക്കും. അപ്പോ
അതിനുള്ള ഉത്തരം ഇൻക്രെഡിബിൾ ആൻഡ് എക്സലന്റ് ആയിട്ടുള്ള, വളരെ പ്രായോഗികവും ഇത്തരം എക്സലന്റ് ആയിട്ടുള്ള ആൾക്കാര് അവർ വളരെ തീഷ്ണതയോടെ കൂടെ ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി എഴുതുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ അനാമധേയത്വം എന്ന് പറയുന്ന ആദർശം ഈ പൊതുജന നമ്മൾ ബന്ധുക്കളെ നമുക്ക് വേണ്ടി വളരെ ആവേശത്തോടു കൂടി അവരെ തൂലിക ചലിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ്. അപ്പോ ഇതിനൊക്കെ കാരണം ബിൽ വിൽസൺ ചോദിക്കുന്നത് നമ്മള് ഈ ഒരു പോയിന്റിൽ വെച്ച് തിരിഞ്ഞ് നിന്ന് ആലോചിച്ചാൽ ായിട്ടുള്ള വ്യക്തികള് ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി നിലകൊള്ളുന്നതൊക്കെ നമ്മള് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങള് വ്യക്തിഗത നേട്ടത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഈ ബിൽ വിൽസന്റെ ഈ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രണ്ട് പോയിന്റുകൾ, അതായത് പബ്ലിക് ഇൻഫർമേഷൻ, പൊതുജന സമ്പർക്ക രീതിയിൽ നമ്മൾ പിൻവലിഞ്ഞ് അജ്ഞാതരായിട്ടിരുന്നപ്പോ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു സംഗതി, കോട്ടയം കൺവെൻഷൻ, കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കോട്ടയം കൺവെൻഷൻ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. അന്ന് ആ കൺവെൻഷന്റെ ഒരു മൂലയില് ഒരു കോട്ടയത്തെ ഒരു പഴമക്കാരനായ വ്യക്തി മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തിന്റെ ഒരു ലേഖകനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തരികയും ആ ലേഖകന്റെ അടുത്ത് സംസാരം ആരംഭിക്കുകയും ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അയാൾ ആവേശഭരിതനായിത്തീരുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അയാൾ തീഷ്ണതയോടുകൂടി എനിക്ക് മലയാള മനോരമയുടെ എഡിറ്ററെ കണ്ടിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും, പിന്നെ എന്താണ് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ചരിത്രമാണ്. മലയാള മനോരമയില് ഓരോ ആഴ്ചയും ഓരോ വ്യക്തിഗതകള്, പേരുകളും തോമസ് എന്നുള്ളത് പീതാംബരനും പീതാംബരൻ എന്നുള്ള തങ്കപ്പനും ഒക്കെ ആക്കി മാറ്റി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വ്യക്തികഥകള് മലയാളം വായിക്കുന്ന ഈ മാഗസിൻ എത്തിപ്പെടുന്ന സ്ഥലത്തെ മലയാളികൾ എല്ലാം പിന്നെ വല്ലാതെ ആവേശഭരിതരാകുകയും അതിന്റെ ഭാഗമായിട്ട് എത്രമാത്രം കുടിയന്മാർ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകളിലെത്തി. അപ്പോ 1946 ബിൽ വിൽസന്റെ പിന്നെ ചോദ്യം വളരെ അദ്ദേഹത്തിന്റെ നിരീക്ഷണം വളരെ പെർഫെക്റ്റ് ആണ്. ഈ അനാമധേയത്വം എന്ന് പറയുന്ന ആ ഒരു നയം അത് ഈ പ്രതിഭാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ വ്യക്തികൾ, ഉന്നത വ്യക്തികൾ, ഞാൻ ഓർക്കുന്നത് മലയാളത്തിന്റെ നമ്മള് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവയത്രി സുഗതകുമാരി ടീച്ചർ. അപ്പോ സുഗതകുമാരി ടീച്ചർ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സുഹൃത്തായിട്ട് മാറി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സ്റ്റേറ്റ് കൺവെൻഷൻ തിരുവനന്തപുരത്ത് സുഗതകുമാരി ടീച്ചർ ഒന്ന് ഉദ്ഘാടനം ചെയ്തു തന്നു. അതെല്ലാം പോയിട്ട് ഇന്ന് സുബോധ ജീവിതം എന്നുള്ള പേരില് ആൽക്കഹോളിക്സ് അനോണിമസിൽ അറിയപ്പെടുന്ന പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതി, ആദ്യത്തെ പ്രതി ന്യൂയോർക്കിലേക്ക് അയച്ചു കൊടുക്കുകയും പരിഭാഷ റിജക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോ ദൈവം ദൈവീകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് പലപ്പോഴും യുക്തിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കില്ല, മിസ്റ്റീരിയസ് ആയിട്ടുള്ള അജ്ഞാതമായിട്ടുള്ള വഴികളിലൂടെ ആയിരിക്കും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ന്യൂയോർക്കിൽ നിന്ന് റിജക്ട് ചെയ്ത് പോയിട്ടുള്ള ഒരു തുക്കട, ഒരു ചെറിയ ബണ്ടിൽ A4 പേപ്പർ സാക്ഷാൽ സുഗതകുമാരി ടീച്ചർ കയ്യിൽ വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഞാനിത് തിരുത്തി തരാം, നിങ്ങൾ അയച്ചു കൊടുക്കൂ, അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ പരിഭാഷപ്പെടുത്തി തരാം. എന്തായാലും സരസ്വതി തൊട്ട ആ അമ്മ തിരുത്തി തരികയും അത് ന്യൂയോർക്കിൽ അയക്കുകയും അവർ അംഗീകരിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിലെ സേവകര് അത് പ്രസിദ്ധീകരിച്ച് നമ്മുടെ അംഗങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റുകയും ചെയ്തു. അപ്പോ അതില് വ്യക്തികള് അജ്ഞാതരായ ഒരു എന്നോ അവരുടെ സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കാത്തത് കൊണ്ട് മറ്റുള്ള സമൂഹം നമുക്ക് താങ്ങായിട്ട് വരുന്നു. അത് ഈ അനാമധേയത്വം എന്ന് പറയുന്ന തത്വത്തിന്റെ ഒരു നന്മയാണെന്ന് ബിൽ വിൽസൺ പറയുന്നു. നാലാമത് ബിൽ വിൽസൺ നിരീക്ഷിക്കുന്നത്, ഈ പൊതുജനങ്ങളുടെ അഭിപ്രായത്തില്
ഈ ആരാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് അനുകൂലമാക്കിയത്? ഇപ്പൊ സുഗതകുമാരി ടീച്ചറായ പോലും ഇത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞത് അവരെ എന്തുകൊണ്ടാണ് അവരുടെ അഭിപ്രായം നമുക്ക് അനുകൂലമാക്കിയത്? അത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കുടിയന്മാരുടെ രോഗശമനത്തിലേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രമായിരുന്നില്ല. ഇത് ഒരു കാരണമാണ്. പക്ഷേ അതിലും അധികം ഈ പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസിന് പൊതുജനങ്ങളുടെയും വ്യക്തികളുടെയും സപ്പോർട്ട് കിട്ടിയത് ഇതിൽ നമ്മുടെ ജീവിത രീതി അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാവും. ഒരുപാട് മദ്യപാനികളിലേക്ക് സന്ദേശം വന്നു, അവരെ കുടി നിർത്തി ജീവിതം രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, അംഗങ്ങളുടെ ഒരു ജീവിത രീതി കൂടെ ഉണ്ട്. അതും അതും ഇതിനൊരു ഘടകമായിട്ട് മാറി. അപ്പോ ബിൽ വിൽസൺ ഇവിടെ പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന യാതൊരു പരസ്യ ഗിമ്മിക്കുകൾ ആൽക്കഹോളിക്സ് അനോണിമസിലില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിശബ്ദമായിട്ടുള്ള സമീപനം, ക്വയറ്റ്നെസ് എന്നുള്ള വാക്കാണ്. എളിമയോടെയുള്ള സമീപനം, മോഡസ്റ്റി എന്നുള്ള വാക്കാണ്. അനാമധേയത്വം. അപ്പൊ ഈ മൂന്നിൽ കൂടി വളരെ ക്വയറ്റ് ആയിട്ടുള്ള, സൈലന്റ് ആയിട്ടുള്ള അപ്രോച്ച്, ഈ പരസ്യങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഗിമ്മിക്കുകളില്ല, എളിമയും അനാമധേയത്വവും, അജ്ഞാതനായിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടറും. അപ്പൊ ഇതിൽ നിന്നൊരു വലിയ ആത്മീയ ശക്തി ഉടലെടുക്കുന്നു എന്നാണ് ബിൽ വിൽസൺ പറയുന്നതും. അനാമധേയത്വം ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തന്നുവെങ്കിൽ നമ്മൾ ഇതൊരു നയമെന്ന രീതിയിൽ തുടരേണ്ടതുണ്ട്. ഇത് നമുക്ക് വളരെ വിലയുള്ളതാണ്. കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്ര മൂല്യമുള്ള ഭാവിയിലേക്കുള്ള ഒരു സമ്പാദ്യമാണിത്. ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ അനാമധേയത്വം വ്യക്തിപരമായിട്ടുള്ള ഒരു അന്തസ്സിന്റെ ത്യാഗമാണ്, പേഴ്സണൽ പ്രസ്റ്റീജിന്റെ ത്യാഗമാണ്. ഇത് ഒരു നയത്തിന്റെ ഉപകരണമാകുന്നു, ഇത് ഒരു ഇൻസ്ട്രുമെന്റ് ആവുന്നു. ഈ അനാമധേയത്വം ഒരു നയത്തിന്റെ ഒരു പ്രായോഗിക തലത്തിലുള്ള ഒരു ഉപകരണമാകുന്നത് ഈ ഓരോ ഉറപ്പുണ്ട്. നമ്മൾ ഈ ശക്തമായ പാരമ്പര്യത്തെ സംരക്ഷിച്ചു നിർത്തണമെന്നും ഇതിൽ നിന്ന് ഒരിക്കലും നമ്മൾ വ്യതിചലിച്ച് പോകാതിരിക്കണമെന്നും ബിൽ വിൽസൺ ഇവിടെ പറയുന്നു. ഇനി അതിന്റെ പ്രയോഗം എങ്ങനെ വേണം? ഇപ്പൊ ഇത്ര നേരവും നമ്മൾ ബിൽ വിൽസൺ സംസാരിച്ചത് അനാമധേയത്വം എന്ന ആശയത്തിന്റെ ഒരു തത്വത്തിലുള്ള കാര്യങ്ങളും കാഴ്ചപ്പാടുകളും അത് എങ്ങനെ നമുക്ക് ഗുണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, പിന്നീട് ഇനി ഈ അനാമധേയത്വം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രായോഗിക തലത്തിൽ വേണം? എല്ലാ പുതുമക്കാരോടും എല്ലാ തുടക്കക്കാരോടും അനാമധേയത്വം നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും പുതുമക്കാർ അനാമധേയത്വം അയാൾ ആഗ്രഹിക്കുന്ന കാലത്തോളം സംരക്ഷിക്കേണ്ടതുമാണ്. ചില തുടക്കക്കാർ അജ്ഞാതരായിട്ടിരിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു, ചിലർ അത്രയില്ല. രണ്ടായാലും അവരാഗ്രഹിക്കുന്നത് പോലെ നമ്മളും അവരോട് നിൽക്കും. അപ്പൊ ഈ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ചില നവാഗതർ അവരുടെ അനാമധേയത്വം വന്ന ഉടനെ കളയാൻ തയ്യാറാവും. അയാളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ചെല്ലും, കുറിച്ച് പറയും. അയാളുടെ ഗ്രൂപ്പ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ തൊട്ടടുത്തുള്ള പത്ര ഓഫീസിൽ പോയി അല്ലെങ്കിൽ ഉച്ചഭാഷിണി വഴി അയാൾ ലോകത്തോടെ അയാളെ കുറിച്ച് വിളിച്ചു പറയും. അയാളുടെ സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടെ അയാൾ വിളിച്ചു പോവും. ഇതിന്റെയൊക്കെ ഫലമായിട്ട് അയാൾക്ക് വളരെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയെന്നിരിക്കും. അപ്പോ ബിൽ വിൽസൺ പറയുന്നത്, ഞങ്ങൾക്ക് ഇത്തരക്കാരോട് പറയാനുള്ള കാര്യം പറയുന്നത് സാക്ഷാൽ ബിൽ വിൽസൺ ആണ്. ബിൽ വിൽസൺ പറയുന്നത് ഈ കളക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ള പേരിലാണ് ബിൽ വിൽസൺ ഇപ്പൊ കാച്ചാൻ പോകുന്നത്. അങ്ങനെ പറയുന്നത്, ആദ്യം കാലുകൾ ഭൂമിയിൽ ഒന്ന് ഉറച്ചു നിന്നാട്ടെ. ഈ തുടക്കക്കാരനടുത്ത്, ഇത്തരത്തിലുള്ള തുടക്കക്കാരനടുത്ത് ബിൽ വിൽസൺ പറയുന്നത്, ഞങ്ങൾക്ക് പറയാനുള്ളത്, ആദ്യം കാലുകൾ ഭൂമിയിൽ ഒന്ന് ഉറപ്പിച്ച് നിന്നാട്ടെ, കുറച്ചുകൂടി ലളിതമായി കാര്യങ്ങൾ ചെയ്താട്ടെ, അതിനുശേഷം പോരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തൽ. ഇനി മറ്റൊരു പ്രശ്നം, ഗ്രൂപ്പിന്റെ അനാമധേയത്വം. അപ്പോ ഈ അനാമധേയത്വം, ഈ അജ്ഞാതരായിട്ടിരിക്കുക എന്നുള്ളതിന്റെ പ്രായോഗികമായിട്ടുള്ള ചില സംഗതികളാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്.
ഇനി മറ്റൊരു പ്രശ്നം, ഗ്രൂപ്പിന്റെ അനാമധേയത്വം വ്യക്തികളെ പോലെ തന്നെ ഗ്രൂപ്പും ഭൂമിയിൽ ഒന്ന് കാല് ചവിട്ടി നിന്നാട്ടെ, പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ലളിതമായി ചെയ്താട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെയാണ് ഒരു പുതിയ ഗ്രൂപ്പിനോടുമുള്ള നയം. അപ്പോ ഒരു പുതിയ ഗ്രൂപ്പിന് അതിൻ്റെതായിട്ടുള്ള ആത്മവിശ്വാസവും ശക്തിയും ആത്മനിയന്ത്രണവും പിന്നെ അനുഭവങ്ങളും സംഭരിക്കേണ്ടതുണ്ട്. ഒരു പുതിയ ഗ്രൂപ്പിന് അതിന്റെ ആത്മവിശ്വാസവും അതിന്റെ ശക്തിയും സംഭരിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തിനാണ് ആ ഒരു ശക്തി വന്നു കഴിഞ്ഞതിന് ശേഷമേ ഈ പുറമേ ഉള്ളവരെ ക്ഷണിച്ചു കൊണ്ടുവരാൻ കൂടുതൽ തിടുക്കം കാട്ടരുത്. ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ നവാഗതം ചെയ്യുന്നത് പോലെയുള്ള കോലാഹലങ്ങൾക്ക് പോകരുത്. ഇത് ലേഖനം എഴുതുന്നത് 1946 ഓർക്കണം. ഈ പാരമ്പര്യങ്ങൾ എങ്ങനെ വികസിച്ചു വന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോ ഒരു ശൈശവ ഘട്ടത്തിൽ, ഒരു ഭ്രൂണാവസ്ഥയിൽ, ഒരു തുടക്ക സമയത്ത് ഈ പഴമക്കാര് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ അനാമധേയത്വം എന്ന് പറയുന്ന പാരമ്പര്യത്തെ ഷേപ്പ് ചെയ്തുകൊണ്ടുവരുന്ന, അതിലേക്ക് നടന്നു വന്ന ആ ചുറ്റുപാടുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഉടനെ തന്നെ ചാടി ഇറങ്ങരുത്, പുറമേയുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടുവരാൻ തിടുക്കം കാട്ടരുത്. അതായത് പബ്ലിക് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ കൂടുതൽ ആശയവിനിമയത്തിന് ശേഷം, കൂടുതൽ അനുഭവങ്ങൾക്ക് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ബിൽ വിൽസൺ ആ ഗ്രൂപ്പുകളോട് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ചില ഗ്രൂപ്പുകൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകും. വർഷങ്ങൾ പിന്നിട്ട് മുന്നോട്ട്, അതായത് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് ചില ഗ്രൂപ്പുകൾ ഫോം ചെയ്ത ശേഷം വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകും. വർഷങ്ങൾ 1, 2, 3, 4 എന്നുള്ള വർഷങ്ങൾ മുന്നോട്ട് പോകും. ആ ഗ്രൂപ്പുകൾ ഈ പബ്ലിസിറ്റിയെ അങ്ങ് ഉപേക്ഷിച്ച് കളയും. പബ്ലിസിറ്റി അങ്ങ് ഉപേക്ഷിക്കും. കുടിയന്മാരുടെ മീറ്റിംഗ് അല്ലാതെ വേറൊന്നിനും പോവില്ല. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ വളർച്ച സാവധാനത്തിലായിരിക്കും. ഇത്തരം ഗ്രൂപ്പുകൾക്ക് ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാവും. കാരണം പുതുമക്കാരുടെ വരവ് വളരെ കുറവായിരിക്കും. ഇവിടെ ബിൽ വിൽസൺ ഉപയോഗിക്കുന്ന വാക്ക് യങ് ബ്ലഡ് എന്നാണ്. അപ്പോ ഈ പറഞ്ഞ ക്ലോസ് ഡേ മീറ്റിങ്ങും അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് ഏറ്റവും അനാമധേയത്വം സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ തുടങ്ങിയാൽ അത് പെട്ടെന്നൊന്നും ചത്തുപോകില്ല. അവർ വർഷങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ആ ഗ്രൂപ്പില് വളർച്ച കുറവായിരിക്കുമെന്ന് ബിൽ വിൽസൺ നിരീക്ഷിക്കുന്നു. ഇത്തരം ഗ്രൂപ്പുകൾ ഒരു സ്തംഭനാവസ്ഥയിൽ എത്തുമെന്ന്. കാരണം പുതുമക്കാരുടെ വരവ് വളരെ കുറവായിരിക്കും, വേണ്ടത്ര സ്പീഡ് കാണില്ല വരവിന്. അപ്പൊ അനാമധേയത്വം സംരക്ഷിക്കാനുള്ള അവരുടെ വ്യഗ്രതയിൽ ആ നഗരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ വാർത്ത ഇതിനെക്കുറിച്ച് കേൾക്കാത്ത അവിടെയുള്ള കുടിയന്മാരിലേക്ക് എത്തിക്കാനുള്ള കടപ്പാട് അവർ മറന്നുപോയെന്ന്. അപ്പോ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പന്നിട്ട് ഈ ആത്മീയമായിട്ടുള്ള ഒരു സുഖാവസ്ഥയിൽ ഇരുന്ന് എന്റെ കാര്യം മാത്രം നോക്കി ഇരുന്നാ മതിയോ എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത ചോദ്യമാണ് 1946 എഴുതിയിരിക്കുന്ന ചോദ്യം. എന്തായാലും ഇത് ചില ഗ്രൂപ്പുകൾ ഇങ്ങനെ. പക്ഷെ ഇത്തരം ന്യായമല്ലാത്ത മുൻകരുതലുകൾ താമസിയാതെ തകർന്നു വീഴും. പതുക്കെ ചില ഗ്രൂപ്പുകൾ കുടുംബങ്ങൾക്കും ക്ലോസ് ഫ്രണ്ട്സിനും വേണ്ടി തുറക്കപ്പെടും. പുരോഹിതന്മാരെയും ഡോക്ടർമാരെയും ഇടയ്ക്കും മുറയ്ക്കും ക്ഷണിക്കും. അവസാന ഗ്രൂപ്പ് ആ പ്രദേശത്തെ ലോക്കൽ ന്യൂസ് പേപ്പറിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. നോക്കണേ, ഇവിടെ ബിൽ വിൽസൺ അനാമധേയത്വം എന്ന് പറയുന്ന ആദർശത്തിന്റെ പ്രായോഗികമായിട്ടുള്ള സമീപനം, നമ്മൾ രഹസ്യ സമൂഹമായിട്ട് ഇരുന്നാൽ പോലും ആ രഹസ്യ സമൂഹമായിട്ടിരുന്ന് പടിപടിയായുള്ള വളർച്ചയിലൂടെ ആ നഗരത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത അത് എത്തേണ്ട കുടിയന്മാരുടെ അടുത്തേക്ക് എത്തിക്കാൻ ഉള്ള കടപ്പാട് അത് നമ്മൾ ചെയ്യണം. അപ്പോ ഈ അനാമധേയത്വം പാലിക്കാനുള്ള ഒരു വലിയ ന്യായമല്ലാത്ത മുൻകരുതലുകൾ അത് അവസാനിച്ചു തുടങ്ങും. ഏറ്റവും ഒടുവിൽ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിന്റെ ഇന്നത്തെ പരിപാടിയിൽ ആ ഗ്രൂപ്പ് ലിസ്റ്റ് ചെയ്യപ്പെടും എന്ന് അദ്ദേഹം
ഇത് ആ എക്സ്പീരിയൻസ് കാണിക്കുകയാണ് എത്രയോ സത്യം. നമ്മൾ ഈ കാലത്ത് ഒരു 10-20 വർഷത്തിന് മുമ്പ് വരെ 10-20 വർഷത്തിന് മുമ്പും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പല സ്ഥലങ്ങളിലും, എന്നാൽ എല്ലായിടത്തുമല്ല, ഈ പബ്ലിക് അല്ലെങ്കിൽ അർദ്ധ പബ്ലിക് മീറ്റിങ്ങുകളിൽ സംസാരിക്കുമ്പോൾ അംഗങ്ങൾ അവരുടെ ആദ്യ പേര്, ഫസ്റ്റ് നെയിം യൂസ് ചെയ്യുന്നു. ഇത് കേൾവിക്കാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം ഞങ്ങൾ മദ്യാസക്ത രോഗമുള്ളവരാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ഭയപ്പെടുന്നില്ല. അതായത് നമ്മൾ നേരത്തെ തന്നെ ഈ ലേഖനത്തിൽ പറഞ്ഞു, ഈ സോഷ്യൽ സ്റ്റിഗ്മ എന്നുള്ളത്. ഒരു എയ്ഡ്സ് രോഗിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ ആ സമൂഹം അകറ്റി നിർത്തുന്നത് പോലെ ഉണ്ടായ സമയത്ത് മദ്യപാന ആണെന്ന് കണ്ടാൽ അവനെ സമൂഹം ഒതുക്കിക്കളയുമായിരുന്നു. അല്ല, ഒരു തീയ നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിലുള്ള അടുത്തുള്ള അയൽവാസികളും പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള 2 ഓഫീസിലുള്ള ആൾക്കാരും ഒക്കെ കൂടുന്ന ഒരു അർദ്ധ പൊതുയോഗത്തില് ഒരു അയാള് എന്റെ പേര് ജേക്കബ് ആണ് എന്ന് പറഞ്ഞ് കേൾവിക്കാരുടെ സംസാരിക്കുന്ന അവരെ സ്വാധീനിക്കും. അപ്പൊ നമ്മൾ അതിനെ ഈ രോഗത്തെ ഭയപ്പെടുന്നില്ല എന്ന് കാണിക്കാൻ. എന്നാൽ ആ യോഗത്തില് പത്രപ്രവർത്തകരുടെ ഈ ന്യൂസ് പേപ്പറിന്റെ റിപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് വിനയത്തോടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, ഈ മീറ്റിങ്ങിലെ ഒരു ആൽക്കഹോളിക് സ്പീക്കറിന്റെയും പേര് മെൻഷൻ ചെയ്യരുത്, നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തോളൂ. ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൊതുജന സമ്പർക്ക പരിപാടി നടന്നു, അതിൽ ഇന്ന ആൾക്കാർ സംസാരിച്ചു, അതിൽ സംസാരിച്ച മദ്യാസക്തരായിട്ടുള്ള അംഗങ്ങളെ പേര് നിങ്ങൾ കൊടുക്കരുത്. അതായത് പൊതുജനങ്ങളുടെ മുന്നിൽ അനാമധേയത്വം എന്ന തത്വത്തെ സംരക്ഷിച്ച് നിർത്തണം. അതേസമയം നമ്മൾ മഹാരോഗികളാണെന്നുള്ള സത്യം നമ്മുടെ സുഹൃത്തുക്കൾ അറിയുന്നതിനെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നുകൂടി ഉണ്ട് ഇതിൽ. വിൽസൺ ആൽക്കഹോളിസത്തിനെ വിശേഷിപ്പിക്കുന്നത് നമ്മള് മഹാരോഗികളാണെന്നുള്ള സത്യം നമ്മുടെ സുഹൃത്തുക്കൾ അറിയുന്നതിനെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇത്തരം പ്രായോഗിക അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അനാമധേയത്വം എന്ന തത്വം ചുവടെ അതിനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതിൽ ഒരു കാര്യത്തിൽ ഒഴിച്ച് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഏതളവ് വരെ ഒരു വ്യക്തിയും ഒരു ഗ്രൂപ്പും അനാമധേയത്വം വേണമെന്നുള്ളത്, അല്ലെങ്കിൽ അനാമധേയത്വം ഒഴിവാക്കാമെന്നത് വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും വിട്ടുകൊടുക്കാം. ഇത് കാലം 1946 നമ്മൾ പലവട്ടം പറഞ്ഞു. അന്തകാലത്തുള്ള കാര്യമാണ് ഈ ഡിസ്കഷൻ. ഈ അനോണിമിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അനാമധേയത്വം എന്ന് പറയുന്ന പാരമ്പര്യം ഇങ്ങനെ വളർന്നു വരുന്നതിന്റെ ചിത്രമാണ്. അപ്പോൾ ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പ് ഏതളവ് വരെ അജ്ഞാതമായിരിക്കണം എന്നുള്ളത് വ്യക്തിക്കും ഗ്രൂപ്പുകൾക്കും വിട്ടുകൊടുക്കാം. അപ്പൊ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ട്. അത് എല്ലാ അംഗങ്ങളും ഗ്രൂപ്പുകളും ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രസിദ്ധീകരണത്തിന് വേണ്ടി എഴുതുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ അംഗമാണെന്ന് പരിചയപ്പെടുത്തിയാൽ മതി. ഒരിക്കലും അവരുടെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തരുത്. അതായത് റിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്. നമ്മളെ ഒരിക്കലും പ്രസ്സോ മീഡിയയിലോ പൊതുജനങ്ങൾക്ക് മുമ്പിലോ വെളിപ്പെടുത്തരുത്. ഈ ഒരു എക്സെപ്ഷൻ, ഈ ഒരു കാര്യം ഒഴിച്ച് ബാക്കി അംഗങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും വിട്ടുകൊടുത്തു. തെറ്റായ മാതൃക നൽകുന്നതിലൂടെ യുടെ അനാമധേയത്വം ഉപേക്ഷിക്കുന്നതിനും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഈ വിലപിടിച്ച തത്വത്തെ തകർക്കുന്നതിനും അതിന്റെയൊക്കെ മാതൃകയാക്കി മാറും. അതായത് നമ്മളെ അനോണിമിറ്റി മനഃപൂർവ്വം ലംഘിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തി വിൽസൺ പറയുന്നത്, നമ്മളെ അനോണിമിറ്റി ലംഘിക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയാൽ അത് തെറ്റായിട്ടുള്ള മാതൃകകൾ വെക്കും. ഏതെങ്കിലും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ശക്തമായ പാരമ്പര്യത്തെ പിടിച്ചു കുലുക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല എന്ന് ദൃഢനിശ്ചയം നമ്മൾ ചെയ്യണമെന്ന് അദ്ദേഹം ഇതിൽ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ വലിയ എളിമയും വിനയവും എല്ലാ അംഗങ്ങൾക്കും ആവശ്യമാണ്. വലിയ എളിമയും വിനയവും എല്ലാ അംഗങ്ങൾക്കും അവരുടെ പെർമനന്റ് സോബറൈറ്റി നിലനിർത്തുന്നതിന് ആവശ്യമാണ്. ഇവിടെ വിൽസൺ ഉപയോഗിക്കുന്ന ഈ പെർമനന്റ് സോബറൈറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ആ കാലത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു സ്ഥിരമായിട്ടുള്ള സുബോധത്തിന് ഒരുത്തന് എളിമയും വിനയവും വേണം, എല്ലാ അംഗങ്ങൾക്കും ആവശ്യമാണ് നിലനിർത്തുന്നതിലെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഗുണങ്ങൾ വ്യക്തിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരാവശ്യമാണ്. അതുപോലെ തന്നെ എക്ക് മുഴുവനും ഇത് ഇങ്ങനെ തന്നെയാണ്.
പൊതുജനങ്ങളുടെ മുന്നിലുള്ള ഈ അനാമധേയത്വം എന്ന തത്വം നമ്മൾ ഇതിനെ ഗൗരവമായി എടുക്കുകയാണെങ്കിൽ എല്ലാ കാലത്തിലും എന്ന മുന്നേറ്റത്തിന്റെ ഒരുപാട് ഗുണപരമായിട്ടുള്ള മികവിലേക്ക് എത്തിക്കുമെന്നുള്ള ഗ്യാരണ്ടി തരുന്നു എന്നും ബിൽ വിൽസൺ പറയുന്നു. നമ്മുടെ പൊതുജന സമ്പർക്ക രീതി പ്രധാനമായും ആകർഷിക്കുക എന്ന തത്വത്തിലാണ്. അവ ഒരിക്കലും പ്രചാരണം എന്നതിലല്ല എന്നും ആൽക്കഹോളിക്സ് ബിൽ വിൽസൺ പറഞ്ഞുകൊണ്ട് ഈ 1946 എഴുതിയ അനോണിമിറ്റി എന്ന് പറയുന്ന ആദ്യത്തെ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ലേഖനം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ല. ഇപ്പോൾ സമയം 12:17 12:20. സോ അതൊരു കുറച്ചുകൂടെ ദീർഘമായിട്ടുള്ള ഒരു ലേഖനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങി 20 വർഷത്തിന് ശേഷം 20 വർഷത്തെ അനുഭവങ്ങള്, അനാമധേയത്വത്തെ കുറിച്ചുള്ള അനുഭവങ്ങള് ബിൽ വിൽസൺ വരച്ചിടുന്ന ഒരു ലേഖനമാണ്. അതില് 12 പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനം സാക്രിഫൈസ് ആണ്, ത്യാഗമാണെന്ന് ബിൽ വിൽസൺ പറയുന്നുണ്ട്. ആ ത്യാഗം വല്ലാതെ ബിൽ വിൽസൺ ആ ലേഖനത്തിൽ വളരെ വിശദമായിട്ട് വരച്ചിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അടുത്ത സൺഡേ നമ്മൾ ആ രണ്ടാം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഓരോരുത്തരും ആ ലേഖനം എടുത്ത് വായിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ ഇന്നിപ്പോ വായിച്ച ഈ ലേഖനത്തില് വളരെ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കില് അനാമധേയത്വം എന്നുള്ള വാക്ക്, അജ്ഞാതരായിട്ടുള്ള മദ്യാസക്തർ എന്നുള്ള വാക്ക്, ആ പേര് സെലക്ട് ചെയ്യുന്നത് മുതല് അനാമധേയത്വത്തെ കുറിച്ചുള്ള ഗ്രൂപ്പുകളുടെയും വ്യക്തികളുടെയും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടങ്ങി അതുപോലെ വ്യക്തിത്വങ്ങള്, പേഴ്സണാലിറ്റീസ് എവിടെ ചുരുങ്ങി, എവിടെ നിന്ന് അനാമധേയത്വം ആരംഭിക്കണമെന്ന് ഈ ലേഖനത്തിൽ ബിൽ വിൽസൺ ഒന്ന് കുറിച്ചിട്ടു. ഇതിന്റെ പൂർണ്ണത രണ്ടാമത്തെ ലേഖനത്തില് ഈ സാക്രിഫൈസ് എന്ന് പറയുന്ന, ത്യാഗം എന്ന് പറയുന്ന ആ കാര്യത്തിന്റെ ആ പൂർണ്ണതയിലേക്ക്, ഈ പാരമ്പര്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ആ രണ്ടാമത്തെ ലേഖനം അതിൽ ഒരുപാട് ആഴത്തില് അത് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത ഒരു മീറ്റിങ്ങിൽ ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ ഷെയറിങ് അവസാനിപ്പിക്കുന്നു. നന്ദി.